നമ്മളെ സംബന്ധിച്ച് സിനിമ ശ്വസിക്കാതെ നമുക്ക് പറ്റില്ല എന്നുള്ളതാണ് ഒരു സിനിമ ഗൾഫിൽ സംഭവിക്കുന്നൊരു സിനിമയിൽ തന്നെ വീണ്ടും നമ്മൾ ജോയിൻ ചെയ്യാനുള്ളൊരു കാരണം. അപ്പോൾ അതിൽ നമുക്ക് കിട്ടിയ വലിയൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ഈ സാബു സിറിൽ പ്രിയദർശൻ ടീമിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. അപ്പോൾ അറബിയും ഒട്ടകവും കഴിഞ്ഞ് നാട്ടിലെത്തി പിന്നീട് ജോയിൻ ചെയ്യണ സിനിമ ഏതായിരുന്നു? എന്ന് നിൻ്റെ മൊയ്തി എന്നുള്ള സിനിമയായിരുന്നു. കാരണം നമുക്കിവിടെ പഴയ ഒരു കണക്ഷൻ വെച്ചിട്ട് നമ്മുടെ സുഹൃത്ത് ബന്ധങ്ങളൊക്കെ ഇവിടെ ഉള്ളത് കാരണം അതിൻ്റെ അസോസിയേറ്റ് ആർട്ട് ഡയറക്ടറായ രാജീവ് കോലകം എന്നിട്ട് ആർട്ട് ഡയറക്ടർ പൊലാശ ദൃശ്യം എന്നുള്ള സിനിമയൊക്കെ ചെയ്ത രാജീവായിരുന്നോ ഈ മൊയ്തീൻ്റെ ആർട്ട് ഡയറക്ടർ? അല്ല, മൊയ്തീൻ്റെ ആർട്ട് ഡയറക്ടർ സാബുറാമായിരുന്നു. സാബുറാം, ഓക്കെ. അപ്പോൾ അങ്ങനെ ആ ഇതിൽ ഞാൻ വർക്ക് ചെയ്തു. പിന്നെ അവിടെ നിന്ന് അതിനുശേഷം 1-2 സിനിമ കഴിയുമ്പോഴത്തേനും ഞാൻ എൻ്റെ സുഹൃത്തായ ബിജുലാൽ അവൻ്റെ പടം രക്തസാക്ഷ്യം എന്നുള്ള സിനിമ, അതിലാണ് ഞാൻ ഇൻഡിപെൻഡൻ്റ് ആവുന്നത്. അത് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു എനിക്ക് തൊട്ടപ്പ് എന്നുള്ള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഷാനവാസ് എംബാവുകുട്ടി എന്നെ വിളിക്കുന്നതും. ആ വർക്കിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ അതേ ടീം തന്നെയായിരുന്നു അടുത്ത ഇഷ്ക് എന്നുള്ള ടീം വർക്ക്. പിന്നെ അവിടെ നിന്ന് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കുറച്ച് സിനിമകൾ ചെയ്യാൻ പറ്റി.